ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ റെസിപ്പി നോക്കാം. 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ വറുത്ത സബോള, 2 മീഡിയം സൈസിലുള്ള തക്കാളി, മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ടുള്ള ജ്യൂസ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 കപ്പ് തൈര്. ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് മിനിമം 2 മണിക്കൂർ വെക്കണം. അപ്പോൾ രാവിലെ എണീറ്റ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോഴേക്കും കറക്റ്റായിരിക്കും. തലേദിവസം മിക്സ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. 3 കപ്പ് ദാവത്ത് ബിരിയാണി അരി കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. ഞാൻ ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കാം. ഇൻസ്റ്റൻറ്റ് പോട്ടിൽ സോൾട്ട് എന്നുള്ള മോഡിലിട്ടിട്ട് നമ്മൾ എണ്ണയും നമ്മുടെ നെയ്യും കൂടെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അതിനകത്ത് ഇട്ട് വയ്ക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചൂടായിട്ട് വരുമ്പോൾ 3 മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പും, നമ്മുടെ സബോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി 2 മണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റൻറ്റ് പോട്ട് ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്ക് മോഡ് ഓൺ ആക്കുക. അതിൽ നമ്മുടെ മൈനസ് ബട്ടൺ അമർത്തുക. എന്നിട്ട് 4 മിനിറ്റ് എന്ന് വെക്കുക. വിസില് സീലിംഗ് മോഡിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രഷർ ബിൽഡായ ശേഷം ടൈമർ ഓൺ ആവും. അതിനുശേഷം 4 മിനിറ്റ് കഴിയുമ്പോൾ L000 എന്ന് വരും. ആ സമയത്ത് നമ്മൾ ക്യാൻസൽ ബട്ടൺ അമർത്തിയതിന് ശേഷം നമ്മൾ വെൻഡിങ് മോഡിലേക്ക് അപ്പം തന്നെ നമ്മുടെ വിസില് മാറ്റി വെക്കണം. എന്നിട്ട് ആ ആവി മുഴുവൻ കളയണം. സേഫ്റ്റി വാൽവ് താഴ്ന്ന ശേഷം ലിഡ് ഓപ്പൺ ചെയ്യാം. പ്രഷർ കുക്കറിലാണെങ്കിൽ നമ്മൾ വിസിലൊന്നും ഇടാതെ വെറുതെ ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. അതിനുശേഷം കുതിർത്ത് വെച്ചത് നമ്മൾ അരി ഉണ്ടല്ലോ, അത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു പിടിയും ആഫ്രിക്കൻ മല്ലി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ വീട്ടിൽ വളരുന്നതുകൊണ്ടാണ് അത് ഇട്ടത്. പിന്നെ ഒരു പിടി പുതിനയിലയും ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളകും, 1 സ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ 2 ഏലക്കയും 3 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വേണ്ട. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 3 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രഷർ കുക്കറിലാണെങ്കിൽ നിങ്ങളിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അരിയുടെ മുകളിൽ ജസ്റ്റ് മുകളിൽ വെള്ളം നിൽക്കണം. അതാണ് കറക്റ്റ് അളവെന്ന് പറയുന്നത്. അരിയും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു പകുതി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുരു അതിനകത്ത് വീഴാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ പകുതി നാരങ്ങയുടെ നീരും കൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സബോളയും നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റേസിൻസും ചേർത്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല, കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ വിസില് സീലിംഗ് മോഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് എന്നുള്ളത് മാത്രം പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇവൻ തന്നെ ചെയ്തോളും. അപ്പോൾ പ്രഷർ ബിൽഡ് ആവാൻ എടുക്കുന്ന സമയമാണ് ഇപ്പോൾ കാണിച്ചത് 12 മിനിറ്റ് എന്നുള്ളത്. അപ്പോൾ പ്രഷർ ബിൽഡായ വാൽവ് മുകളിലേക്ക് വരും. അതിനുശേഷം ടൈമർ ഓണായി 14 മിനിറ്റ് ഇത് കുക്ക് ചെയ്യും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു സർലാസ് ഉണ്ടാക്കിയാൽ, ഞാൻ ഇവിടെ ഒരു സബോള, പിന്നെ തക്കാളി, പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ ഇതിന്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പുരട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. പുരട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതേപോലെ ഞെരടി യോജിപ്പിക്കണം. അതായത് ആ മുളകും എല്ലാ നീരും ഒക്കെ അങ്ങ് മിക്സ് ആയിട്ട് വരണം. എന്നിട്ട് ഇത് 10 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ നീര് ഇങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ നീര് നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ കളയാണ് ചെയ്യണത്. ഈ നീരിൻ്റെ ഒപ്പമല്ല നമ്മൾ തൈര് ഒഴിക്കാൻ പോകുന്നത്. ഇത് ആദ്യം തന്നെ കളയണം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തൈര് ഒഴിക്കാം. ചിലർക്ക് ഇങ്ങനെ വെറുതെ പരണ്ടിരിക്കുന്ന ഇഷ്ടം, ചിലർക്ക് നല്ലോണം തൈര് ഒഴിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കാട്ടോ. അങ്ങനെ ഇത് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇനി ഉപ്പിടണം. കാരണം മറ്റേലത്തെ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും വെള്ളത്തിൽ. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാവർക്കും ഈ സർലാസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അരി സംഭവം വെന്തിട്ടുണ്ട്. ഈ L000 എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് അപ്പം തന്നെ വെൻഡിങ് മോഡിലേക്ക് വെക്കുകയാണ്. പ്രഷർ കളയണം കേട്ടോ. പ്രഷർ കളഞ്ഞിട്ട് വാൽവ് താന്നില്ലേ, അതിനുശേഷം 10 മിനിറ്റ് അത് അവിടെ ഇരുന്നോട്ടെ. ഞാനിത് ക്യാൻസൽ ചെയ്ത് വെക്കുകയാണ്. 10 മിനിറ്റ് നമ്മൾ ക്ലോക്കിൽ ടൈം നോക്കിയാൽ മതി. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ അടിപൊളി
ചിക്കൻ ബിരിയാണി റെഡിയായി. നിങ്ങൾ നോർമൽ പ്രഷർ കുക്കറിൽ വെക്കണമെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 വിസിൽ അത്ര മതി. അതിൽ നമ്മൾ പ്രഷർ കളയണ്ട, ആ പ്രഷർ തന്നെ റിലീസ് ആവണം കേട്ടോ. അത് റൈസ് ഒന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വരും. അത് ആ വെള്ളത്തിൻ്റെ ആ ഒഴിക്കുന്ന കണക്കിനനുസരിച്ചിട്ടാണ് നമ്മുടെ റൈസ് കുഴയോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയോ എന്നുള്ളത് വരുന്നത്. ഇതിങ്ങനെ നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാം ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമ്മുടെ റൈസ് വെന്ത് വന്നിരിക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാരണം ചിക്കൻ നമ്മൾ ആദ്യം വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.